എം മുകേഷ് MLA ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ പരാതി. നടിയുടെ അടുത്ത ബന്ധുവായ യുവതിയാണ് പരാതി നൽകിയത്. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നും തന്നെയും ഇങ്ങനെ കുടുക്കിയെന്നും യുവതി പറയുന്നു. എന്നെ കൊണ്ടതൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അവിടെ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഉള്ളവർ വന്ന് എനിക്ക് ആദ്യം ഷെയ്ക്കാൻ്റെ വന്നു. പിന്നെ അടുത്തയാൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു, എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷന് കൊണ്ടുപോവുകയല്ലായിരുന്നു. അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ബഹളം വെച്ചു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ ഇവർ എന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. നീ എന്തിനാ ഇപ്പോൾ പോകുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലെന്നുള്ള രീതിയിൽ ഇവർ എന്നോട് ഷൗട്ട് ചെയ്തു. അവിടെ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. ഇതിന് മുമ്പ് ഇവരിങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും. ഇവർ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ എന്നെ ആ ഒരു മോശം പ്രവൃത്തി ചെയ്യാൻ ഇവരെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആരോപണം പരാതിക്കാരിയായ നടി നിഷേധിച്ചു. തനിക്കെതിരെ രംഗത്തെത്തിയ ബന്ധുവായ യുവതിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ട് എന്നാണ് ആരോപണം. അവളും അവളുടെ അമ്മയും എന്നെ കുറെ പ്രാവശ്യം എന്നെ സാമ്പത്തികമായിട്ട് കുറെ എന്നോട് ഹെൽപ്പ്, ഞാൻ 1 ലക്ഷം രൂപയോളം വരെ സഹായിച്ചു. പിന്നെയും ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു വൈരാഗ്യം ഇവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അതിനിടയിൽ ഒരു ജഡ്ജും ഉണ്ട് ആ കൂട്ടത്തിലെ. അപ്പൊ എന്റെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞിരുന്നു ഇത് പൊക്കൂന്നുള്ള കാര്യം. അപ്പൊ അവരുടെ എല്ലാവരുടെയും കളിയാണ് ഇത്, മൊത്തം പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസ് എടുത്ത് അകത്തിടുവാണെങ്കിലേ എനിക്കിത് ഒരറിവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. I will fight, no problem. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ നടി നിഷേധിക്കുന്നുവെങ്കിലും യുവതി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാതി, ബന്ധുവുമാണ്. ഈ കാര്യത്തിൽ അന്വേഷണം വേണ്ടിവരില്ലേ? ഉറപ്പായും അന്വേഷണം നടക്കും. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പെൺകുട്ടി DGPക്കാണ് പരാതി നൽകിയത്. ആ പരാതി മൂവാറ്റുപുഴ പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. പോക്സോ സ്വഭാവമുള്ള പരാതിയായതിന് തന്നെ കേസെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്ന് രാവിലെ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ മുകേഷും മണിമ്പള രാജു അടക്കമുള്ള 7 പേർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരെയാണ് ഈ നടിയുടെ ബന്ധുവായ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്നും അതോടൊപ്പം തന്നെ ചെന്നൈയിൽ ഒരു സെറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ ഹോട്ടൽ മുറിയിൽ ഒരു കൂട്ടം ആളുകൾക്ക് വലിച്ചെറിഞ്ഞ് ഇട്ടുകൊടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ പെൺകുട്ടി പങ്കുവെക്കുന്നത്. പക്ഷേ ആരോപണം പൂർണ്ണമായും നേരത്തെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടി നിഷേധിക്കുകയാണ്. ഇവരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവർ തന്നോട് പലവട്ടം പണം ആവശ്യപ്പെട്ടിരുന്നു. താൻ ചില ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിരുന്നു, പക്ഷേ പിന്നീട് സഹായിക്കാനായിരുന്നില്ല. അതിൽ നിന്നുള്ള വൈരാഗ്യമാണ് നിലവിൽ ഉടലെടുത്തിരിക്കുന്നത്. ഈ പരാതിക്ക് പിന്നിൽ ചില ഉന്നതരുണ്ട്. കാരണം താൻ മുകേഷിനും മറ്റ് സിനിമാ താരങ്ങൾക്കുമെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ പരാതി തന്നെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിക്കാം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് ഈ നടി പറയുന്നുണ്ട്. ഒപ്പം ഈ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായും അവർ വ്യക്തമാക്കുന്നു. ഒരു തരത്തിലും മുകേഷിനോ അല്ലെങ്കിൽ മറ്റാളുകൾക്കെതിരെയോ നടത്തിയ വെളിപ്പെടുത്തലുകൾക്കും അവർക്കെതിരെ നൽകിയ കേസിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്നും ഈ നടി വ്യക്തമാക്കിയിട്ടുണ്ട്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.